പരീക്ഷാ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. കുറച്ചുകൂടെ ടഫ് ആക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ കുറച്ച് ഈസി ആയിരുന്നല്ലോ, അപ്പൊ നല്ല ലെവല് കുറച്ച് കൂട്ടി വരുമോന്നൊരു ടെൻഷൻ. ജന്തർ മന്ദറിൽ സമരം തുടർന്ന് CJP. മാസപ്പടി കേസിൽ വീണ ടിയെ വിടാതെ ED. ചോദ്യം ചെയ്യലിന് വീണ്ടും സമൻസ്. 29-ന് ഹാജരാകാൻ നിർദ്ദേശം. നീക്കം നിർണായക രേഖകൾ ലഭിച്ച സാഹചര്യത്തിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിച്ച കപ്പലിൽ പാക് അനുകൂല പരാമർശം. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. കപ്പലുടമ ലണ്ടൻ ആസ്ഥാനമായുള്ള കമ്പനി. ചോദ്യമുനയിൽ 150ഓളം തൊഴിലാളികൾ. താരസംഘടനയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ. നേതൃത്വത്തിനെതിരെ അവിശ്വാസ പ്രമേയവുമായി ഒരു വിഭാഗം. വിവാദങ്ങൾക്കിടെ യോഗത്തിൽ പങ്കെടുത്ത് അൻസിബയും ടിനി ടോമും. അമ്മയിൽ നടക്കുന്നത് നീതി നിഷേധമെന്ന് അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ അന്വേഷണ സംഘം. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൽ. കൊച്ചിയിലെ അവയവ മാഫിയയ്ക്ക് മേൽ പിടിമുറുക്കി ED. ആശുപത്രികളിലെ പരിശോധനയിൽ ലഭിച്ചത് നിയമവിരുദ്ധ ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ. ഓരോ ആശുപത്രിയും ദാതാക്കൾക്ക് നൽകിയത് 5 മുതൽ 15 ലക്ഷം വരെ. KPCCക്ക് പുതിയ അധ്യക്ഷനുടൻ. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി VD സതീശൻ. കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയേറി. ഏത് സമയത്തും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറെന്ന് സണ്ണി ജോസഫ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യം. കൊൽക്കത്തയിൽ നേതൃത്വം നൽകി നരേന്ദ്രമോദി. और हथेलियों को बाहर की तरफ घुमाइए. बाहर दिखे घुड़िए 3 हाथेर तालू और धीरे धीरे श्वास भरते हुए दोनों हाथों को सिर के ऊपर लेके जाइए. മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ദിനാചരണത്തിന് നേതൃത്വം നൽകിയ ആരോഗ്യമന്ത്രി. വിരലുകൾ കോർത്തുവെച്ച് കൈപ്പത്തി തിരിച്ചുവെച്ച് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് വലിച്ചു പിടിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഉപ്പൂറ്റി ഉയർത്തി കാൽ വിരലിൽ മാത്രമായി നിൽക്കുക. ഇറാൻ അമേരിക്ക നിർണായക ചർച്ച സ്വിറ്റ്സർലൻഡിൽ. ലബനൻ വിഷയം ചർച്ച ചെയ്യാൻ ധാരണ. സൈനിക നടപടി നിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ്. ഹോർമുസ് അടച്ചിട്ട് ഇറാൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ട്രസ്റ്റ് പിരിച്ചുവിടാൻ നീക്കം. നടന്നത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. ലോകകപ്പിൽ ആദ്യ ജയം തേടി സ്പെയിൻ. എതിരാളികൾ സൗദി അറേബ്യ. രാത്രി 12:30 ബെൽജിയം ഇറാൻ പോരാട്ടം. ഉറുഗ്വായ് കേപ്പ് വെർഡെ മത്സരം പുലർച്ചെ 3:30. വാർത്തയിലേക്ക് വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങൾ തുടരുന്നതിനിടെ നീറ്റ് പുനഃപരീക്ഷ അല്പസമയത്തിനകം തുടങ്ങും. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ട സാധനങ്ങളുടെ കൃത്യമായ പട്ടിക NTA പുറത്തുവിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. എന്താ ഡോക്ടർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം? അതെ, ഡോക്ടർ ആവുന്ന ആഗ്രഹം. വേറെ ഇപ്പോൾ മെഡിക്കൽ നല്ല താല്പര്യമുണ്ട്. ആദ്യ തവണ എഴുതിയിട്ട് നടന്നില്ല? ഇല്ല, ഇത് രണ്ടാമത് എഴുതുന്നു. ഇത് എടുത്ത് തീരുന്നുള്ളൊരു വാശിയിലാണ്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. ഒരു കൊല്ലം ഓഫ്ലൈനിൽ പോയിരുന്നു, ഇക്കൊല്ലം ഓൺലൈനായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നു. എന്നാലും ഈ സ്റ്റഡി അവേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റഡി അവേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. ദിവസം ഒരു 5-6 മണിക്കൂർ എന്താ പഠിക്കും. പിന്നെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന മാതിരി. ഓരോ ദിവസം പിന്നെ തീരെ മൂഡ് ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ദിവസമൊക്കെ പഠിക്കും, പക്ഷെ അധികം പഠിക്കില്ല. ഇതൊരു ബ്രെയിൻ ഗെയിം പോലാണ്.
ഓരോ ദിവസം മടുത്തു പോവില്ല, അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫേസിലെ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? അത് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു നിരാശ, വിഷമം. വീണ്ടും എഴുതണം, പ്ലസ് നല്ലൊരു എക്സാം ആയിരുന്നു, അത് പോയി. ഇതിപ്പോൾ വീണ്ടും എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, വേറൊന്നുമില്ല. ആദ്യം എഴുതിയപ്പോൾ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഒരു ടെൻഷൻ. അതെ, ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കിട്ടുമെന്നൊരു ഇത്. ഇപ്പം അത് തോന്നുന്നില്ല. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് ഓൺവേഴ്സ്. അതെ, ഒരു 2 ആഴ്ച ബ്രേക്ക് വന്നതുകൊണ്ട് ഒരു ഫ്ലോ ഇല്ല, പഠിച്ചൊന്നും ഓർമ്മയില്ല, വന്ന ഫ്ലോ അങ്ങ് പോയി. അനീഷ് കുമാറും സാരൻ സുധാകരനും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ് സംസാരിച്ച വിദ്യാർത്ഥിയുടെ ആശങ്ക അത് ഒരു വിദ്യാർത്ഥിയുടെ ആശങ്കയല്ല, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ആശങ്കയാണ്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? അവിടെ അനീഷ് നിൽക്കുന്ന സെന്ററിൽ ഉൾപ്പെടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? രേണുക, തീർച്ചയായും 10-20 ലക്ഷത്തിലധികം കുട്ടികളാണ് മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ നീറ്റ് പരീക്ഷ എഴുതിയത്. പലപ്പോഴും ഒറ്റത്തവണ എഴുതിയാൽ ഈ പരീക്ഷയിൽ ആ പരീക്ഷയുടെ കടമ്പ കടക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് നമ്മൾ തന്നെ ഇന്ന് കണ്ട് 3 തവണ വരെ ആ പരീക്ഷ എഴുതിയ കുട്ടികൾ, 3-ാം വട്ടമൊക്കെ എഴുതുന്ന കുട്ടികളെ കണ്ടു. പരീക്ഷയുടെ നിയമങ്ങളൊക്കെ ഓരോ വർഷവും മാറ്റും. ഒരുപക്ഷെ ഇത്തവണ അവസാനമായി എഴുതാൻ പറ്റുന്ന കുട്ടികൾ പോലും ഇക്കാര്യത്തിലുണ്ട്. അവർ ഓൺലൈനായും ഓഫ്ലൈനായും പ്രത്യേകിച്ച് കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പകലില്ലാതെ പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷമാണ് ഇത്തരമൊരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ പരീക്ഷ വളരെ ഗംഭീരമായി എഴുതിയ കുട്ടികളുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ച ശേഷം അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ശേഷം പരീക്ഷ പെട്ടെന്ന് റദ്ദാക്കപ്പെടുകയും വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ഉള്ള അനിശ്ചിതത്വം. മറ്റു ചിലരാവട്ടെ ആദ്യഘട്ടത്തിൽ കാര്യമായി പരീക്ഷ എഴുതാൻ പറ്റാതെ വരികയും ഇത്തവണ എന്നാൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ പരീക്ഷ നടക്കുന്ന ഹാളിലേക്ക് കുട്ടികൾ പോകുന്നത് അവരെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് അകത്തേക്ക് വിടുന്നത്. 11 മണി മുതലാണ് കുട്ടികൾക്ക് അകത്തേക്ക് പ്രവേശനം അനുവദിച്ചത്. അല്പസമയത്തിനകം പ്രവേശനം വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അനൗൺസ്മെന്റായി നൽകുന്നുണ്ട്. രാവിലെ ചോദ്യക്കടലാസ് അടക്കം CRPF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനു മുമ്പ് വിമാനത്തിലാണ് ഇത് അതത് സംസ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീട് ഇവിടേക്ക് വരികയും ചെയ്ത് 3 തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഓരോ ഇടത്തുമുണ്ട്. പലവട്ടമായി വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ പേനയോ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഈ സുതാര്യമല്ലാത്ത കുപ്പിവെള്ളമോ മറ്റ് ശരീരത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കുക, അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധന സാമഗ്രികൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലരും വളരെ അയഞ്ഞ രീതിയിലുള്ള ഡ്രസ്സ്, ഈ ബക്കിളുകൾ പോലുള്ളവയോ ഒന്നുമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക നൽകുന്നതാണ്. കാരണം അവർ ഒരുപാട് നാളുകൾ കാത്തിരുന്ന ശേഷമാണ് ഇത്തരമൊരു പരീക്ഷ എഴുതി അത് റദ്ദാക്കപ്പെടുന്നു. അല്ലെ, ഒരു വലിയ ആശങ്കയിലൂടെയാണ് കുട്ടികൾ കടന്നത്. അതെ, ഭയങ്കര ആശങ്ക തന്നെയാണ് വരുന്നത്. കുട്ടികളെ ഭയങ്കര സ്ട്രെസ് ഉണ്ട് കാര്യത്തിൽ, ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ളത്. ആദ്യം പഠിച്ച പോലെയുള്ള രണ്ടാമത് റിപ്പീറ്റ് റീ എക്സാമിനേഷൻ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ ഒരു സംശയമുണ്ട്. ഇനിയിപ്പോൾ എക്സാം ചെയ്തിട്ട് അടുത്തത് കണ്ടിന്യൂഷൻ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് എക്സാം ക്യാൻസൽ ആയി പോകുന്ന പേടി വരേണ്ട കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾക്ക് പലരും ബയോളജിയൊക്കെ നന്നായി കഴിഞ്ഞോടെ എഴുതിയെന്നാണ് പറയുന്നത്. അതെ. എങ്ങനെയാണ് ഈ കുട്ടികൾ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഈ പരീക്ഷ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ? തീർച്ചയായിട്ടും നല്ല സമ്മർദ്ദമായിരുന്നു. ഈ രണ്ടാമത് എങ്ങനെ വരും എന്നുള്ള ആശങ്കയായിരിക്കും ആദ്യം നന്നായി എഴുതിയത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്താന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. നല്ല പഠിച്ച് ഫ്രീ ആയി എന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നെ റീടെസ്റ്റ് വന്നപ്പോൾ അവര് ആകെ അങ്കലാപ്പിലായത്. നിങ്ങൾ ഈ അമ്മമാരായിരിക്കും ഇതിന്റെ അനുഭവിക്കുന്ന ഏറ്റവും മുന്നേ ഇവരൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. തീർച്ചയായും കുട്ടികൾ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവര് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ റദ്ദാക്കി എന്ന് പറയുന്നത്. അന്നോ പിറ്റേ ദിവസമൊന്നും അല്ല, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റദ്ദാക്കി എന്നുള്ള വിവരം അറിയുന്നത്. കുട്ടികൾ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ട്. എക്സാം എഴുതുന്നില്ല എന്ന് വരെ പറഞ്ഞതാണ്. പിന്നെയും നമ്മൾ അങ്ങനെ മക്കളെ ഇങ്ങോട്ട് എത്തിക്കുക ചെയ്തിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കുട്ടികൾക്ക്. ഈ ഒരു കോച്ചിങ് സെന്ററിൽ പോയിരുന്നു, കോച്ചിങ് സെന്ററിലായിരുന്നു ഉള്ളത്. വീണ്ടും ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്ന സമയത്താണല്ലോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇനി അവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഹോസ്റ്റല് ഓപ്പൺ ആക്കി, വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയി. കുറച്ച് ദിവസം ഹോസ്റ്റലിൽ നിന്നു. പിന്നെയും കുട്ടിക്ക് സമ്മർദ്ദം കൂടി.
പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇവരുടെ മൂഡ് ഓരോ ദിവസവും മാറി വരും. അതെ, ഭയങ്കര വിഷമം തന്നെയാണ്. പാരന്റ്സിന് ആണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം കുട്ടികളെക്കാളും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാതും നമ്മളാണല്ലോ കാണേണ്ടത്. അപ്പം വളരെ ഒരു വിഷമമുള്ള ഘട്ടത്തിലാണ് ഉള്ളത്. ഇത്രയും മാർക്ക് വാങ്ങിയ കുട്ടിയാണ് വീണ്ടും ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറയുന്നത്. ഇതേലും ചോരില്ലെന്ന് പ്രതീക്ഷിക്കല്ലേ? അതെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ പരീക്ഷ അവൾക്ക് നന്നാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. രേണുക, ഇതാണ് ഈ സമ്മർദ്ദം മുഴുവൻ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. കാരണം പലപ്പോഴും പലരെയും അത്ര നിർബന്ധിച്ചൊന്നും അല്ല ഇപ്പോൾ ഈ ഓരോ കോഴ്സുകൾക്കും വിടുന്നത്. കുട്ടികളുടെ തന്നെ സ്വയം തീരുമാനപ്രകാരമാണ് അവർ ഈ പരീക്ഷ എഴുതാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്തരം ആകസ്മികമായ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വലിയൊരു സമ്മർദ്ദത്തിലേക്ക് അവർ വഴുതി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇത് അവസാനിക്കും. വൈകുന്നേരം പിന്നീട് 3 മണിക്കൂർ 5:15 വരെ ഈ പരീക്ഷ ഉണ്ടാവും. അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട രീതിയിൽ എഴുതിയ കുട്ടികൾക്ക് ഇത്തവണ അതേ രീതി ആവർത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അനായാസമായി എഴുതാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് ഇത്തവണ അനായാസമായി എഴുതാൻ കഴിഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ആകാംക്ഷാഭരിതരായി തന്നെയാണ് ആളുകൾ, ആശങ്കാകുലരായി തന്നെയാണ് ഇപ്പോൾ രക്ഷാകർത്താക്കൾ ഈ സ്കൂളിന്റെ ഗേറ്റിന് മുൻവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി, സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ സാരംഗിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്ത് സാരംഗുണ്ട്. സാരംഗ്, എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ? വിദ്യാർത്ഥികളെ ഓരോരുത്തരെയായി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർശന സുരക്ഷയുണ്ട്. വസ്ത്രധാരണങ്ങൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയ ആശങ്കയുമുണ്ട്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായും രേണുക, കോഴിക്കോടെ പോലെ തന്നെയാണ് ഇവിടെയും സാഹചര്യം. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന് പറയുന്നത് മത്സര പരീക്ഷകളുടെ ഒരു കേന്ദ്രമാണ്. മാത്രമല്ല മറ്റ് പരീക്ഷകൾക്കടക്കം ഇവിടെ വലിയ രീതിയിലുള്ള മത്സര പരീക്ഷയ്ക്ക് വലിയ പേരുകേട്ട സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നീറ്റ് പരീക്ഷയും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കുട്ടികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് പോലെ തന്നെ കർശന നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും CRPF അംഗങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ അകത്തേക്ക് ചെല്ലുന്നു. ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ ഈ ഒരു മൈക്ക് വെച്ചുകൊണ്ട് അതിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. അതായത് ആഭരണങ്ങളായിക്കോട്ടെ, മറ്റ് ഡ്രസ്സ് ഉപയോഗിക്കുന്നതിലടക്കം അധികം കുട്ടികളും ഈ ടീഷർട്ടും ട്രാക്ക് സൂട്ട് പോലെയുള്ള ഡ്രസ്സ് ധരിച്ചാണ് അകത്തേക്ക് കയറുന്നത്. കാരണം അത്ര കണ്ട് ടൈറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്ര കണ്ട് സുരക്ഷാ മുൻകരുതലുകൾ അടക്കം നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇപ്പോൾ രാജ്യത്ത് രണ്ടാമത് നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാണ് എന്ന കാര്യം വ്യക്തമാണ്. കാരണം പല വർഷങ്ങളായി റിപ്പീറ്റ് ചെയ്തു വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് തന്നെ ഒരു വർഷം 2 എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു എക്സാം അത് റദ്ദ് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഒരുപാട് വർഷങ്ങളും മാസങ്ങളും ഇതിനു വേണ്ടി ചിലവഴിച്ച പലരും ഇതിനായി ഇവിടേക്ക് വീണ്ടും എത്തുന്നൊരു കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. എന്തുതന്നെയായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാരൻസിൻ്റെ, അതായത് മാതാപിതാക്കളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് 2 മണിയോടുകൂടി ആരംഭിക്കുന്ന ഒരു പരീക്ഷയുടെ ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതൊരു ടെൻഷൻ മാതാപിതാക്കളുടെ മുഖത്തും വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ തവണയാണ് എക്സാം എഴുതുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നതാണോ അല്ലെ ആദ്യമായിട്ട്? റിപ്പീറ്റ്. എത്ര വർഷം? ഫസ്റ്റ് ടൈം. രണ്ടാമത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കുട്ടിക്ക്? ഇപ്പോൾ എക്സാം ക്യാൻസലായ ശേഷം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിക്ക്. എല്ലാ കുട്ടികൾക്കും കാണുമല്ലോ, അതെല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, പാരൻസിനും ഉണ്ട്. നമുക്കാണ് കുറച്ച് കൂടുതൽ. അതെ ശരി. ആണ് കുട്ടികളെക്കാളേറെ, അതായത് പരീക്ഷ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നത് മാതാപിതാക്കന്മാരാണ്. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതുപോലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അകത്തേക്ക് കയറാൻ പോലും സമ്മതിക്കില്ല. അത്ര കണ്ട് സുരക്ഷയിൽ ഒരുക്കുന്ന ഒരു പരീക്ഷയാണ്. എന്തെങ്കിലും ഈ ഒരു പരീക്ഷ ഇനി ആരംഭിക്കാൻ, അതായത് അകത്തേക്ക് കയറാൻ 1:30 കൂടി സമയം അവസാനിക്കും. അവസാന നിമിഷം വിദ്യാർത്ഥികൾ കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് അകത്തേക്ക് കയറുന്ന പല സെന്ററുകളുണ്ട് തിരുവനന്തപുരത്ത്. ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിലെ സെന്ററിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേണുക. ശരി, MS സനീഷ് കുമാറും സാരംഗ് സുധാകരനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ സമരം തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച സമരത്തിനെത്തിയ പ്രവർത്തകർ സമരവേദിയിൽ രാത്രിയിലും തുടർന്നു. രാവിലെ 9 മണിയോടെ കൂടുതൽ പ്രവർത്തകരോട് സ്ഥലത്തെത്താൻ നേതൃത്വം ആഹ്വാനം ചെയ്തു.
കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന ചുവരെഴുത്ത്. സംഭവത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടേതാണ് കപ്പൽ. 150ഓളം തൊഴിലാളികളെ ചോദ്യം ചെയ്തു. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടരുകയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ അസ്വാഭാവികതയാണോ ഇതിൽ സംശയിക്കുന്നത്? അതിനപ്പുറം മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്? രേണുക, ഇതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CSFന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഇതിൻ്റെ പാരലായിട്ടൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇത് UK ആസ്ഥാനമായ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉൾച്ചുവരുകളിലാണ് ഒരു മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച പോലെ ചുമരിൽ കോറിയിരിക്കുന്നത് പോലെ പാകിസ്ഥാൻ എന്നുള്ള രീതിയിലേക്ക് എഴുതിയിരിക്കുന്നത്. ഇതിൽ പോലീസ് സംശയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചതായിരിക്കും, അല്ല എങ്കിൽ ഈ കപ്പൽ ഒരു വിദേശത്തു നിന്നുള്ള ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതുണ്ടായിരുന്നോ ഇല്ലയോ എന്ന സംബന്ധിയായ കാര്യങ്ങൾ ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല. ഈ ഭാഗത്തൊന്നും CCTVയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ എങ്കിലും പോലീസ് ഇത് അന്വേഷിക്കുകയാണ്. അതിനൊരു പശ്ചാത്തലമെന്ന് പറയുന്നത് ഈ കൊച്ചി കപ്പൽശാല കേന്ദ്രീകരിച്ച് നേരത്തെയും തന്നെ ചില ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ കേസെടുക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു. ഈ INS വിക്രാന്ത് പോലുള്ള വലിയ ദീപസുരക്ഷാ രീതിയിലുള്ള കപ്പലുകൾ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യ വിവരങ്ങളടക്കം ചോരുന്ന രീതിയിലേക്ക് വന്നു. NIA അടക്കം അന്വേഷണം നടത്തി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് വളരെ ഗൗരവത്തോടുകൂടി കേന്ദ്ര ഏജൻസികളടക്കം ഇതിൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവരും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. 150ഓളം തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിരവധിയായ ഇതര സംസ്ഥാനക്കാരായ നിരവധിയായ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചി കപ്പൽശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നിർമ്മാണ കേന്ദ്രവുമാണ്. ഏതായാലും ഇവിടെ ഈ രീതിയിലുള്ളൊരു സംഭവം നടന്നത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇത് അന്വേഷണത്തിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായ തൊഴിലാളികളടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയും പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം, ഇവിടേക്ക് എത്തിച്ചപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 28-ന് EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് EDയുടെ നീക്കം. ഈ മാസം 17-നാണ് വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആദ്യം ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 9 മണിക്കൂറോളമാണ് ED ഉദ്യോഗസ്ഥർ വീണ തൈക്കണ്ടിയെ അന്ന് ചോദ്യം ചെയ്തത്. ഈ വിവരങ്ങൾ വിലയിരുത്തിയതിന് പുറമെ SFIO രേഖകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം തുടർ നീക്കം തുടങ്ങിയത്. വീണ കൈമാറിയ രേഖകളും SFIO രേഖകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. കമ്പനിയുടെ അക്കൗണ്ടുകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. സർക്കാർ മാറിയതോടെ വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന് ജീവൻ വയ്ക്കുമോ? ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് കേസ് നേരിടുന്ന വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണം കഴിഞ്ഞ കാലങ്ങളിൽ ഒച്ചുകഴിയുന്ന വേഗത്തിലായിരുന്നു. മുൻ സർക്കാരുമായുള്ള അടുത്ത ബന്ധം കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളിക്ക് തുണയാകുന്നുവെന്നായിരുന്നു ആക്ഷേപം. മൈക്രോ ഫിനാൻസ് കേസിലെ മെല്ലപ്പോക്കിനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൂടുതൽ വിമർശനം നടത്തിയതിന് പിന്നാലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. സമാനമായ 70-ലധികം കേസുകളിലാണ് വെള്ളാപ്പള്ളിയും SNDP നേതാക്കളും അന്വേഷണം നേരിടുന്നത്. 2016-ൽ VS അച്യുതാനന്ദന്റെ പരാതിയിലാണ് അന്വേഷണം തുടങ്ങുന്നത്. കൊച്ചിയിലെ ആശുപത്രികളിൽ നടന്ന പരിശോധനയിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ലഭിച്ചെന്ന് ED. നിയമവിരുദ്ധ അവയവ കൈമാറ്റത്തിന്റെ രേഖകളാണ് ലഭിച്ചത്. അവയവം ദാനം ചെയ്യുന്നവർക്ക് 5 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് നൽകിയിരുന്നത്. സ്വീകർത്താക്കളിൽ നിന്ന് 35 ലക്ഷം രൂപ വരെ ഇടനിലക്കാർ വാങ്ങിയിരുന്നു. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടന്ന ശസ്ത്രക്രിയയുടെ വിവരങ്ങളും പിടിച്ചെടുത്തു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇടനിലക്കാർക്ക് തുച്ഛമായ പണം നൽകി അവരുടെ ദാരിദ്ര്യം വരെ മുതലെടുത്തുകൊണ്ട് നടന്ന വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. EDയുടെ നീക്കം എന്താണ്? രേണുക, ഇതിൽ ഈ
പണം അവരെ നൽകി വഞ്ചിച്ചു എന്നതിൻ്റെക്കാൾ അപ്പുറത്തുള്ള ഇതിനൊരു മാനമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള അല്ലെങ്കിൽ രാജ്യത്ത് നിലവിലുള്ള രാജ്യത്തെ നിലവിലുള്ള യാതൊരു നിയമവും അനുസരിക്കാതെ തന്നെ വളരെ ആസൂത്രിതമായി ഇത്തരം അവയവ മാറ്റം നടന്നു എന്നാണ്. നിയമവിധേയമല്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ഇതിലേറ്റവും ഗൗരവതരമായ കാര്യം. അതിന് ആശുപത്രികൾക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നതാണ് ED അന്വേഷിക്കുന്നതിൽ ഗുരുതര കുറ്റങ്ങൾ വരാവുന്ന ഒരിടമെന്ന് പറയുന്നത്. സംസ്ഥാനത്തെ കേസോട്ടോ വഴിയുള്ള അവയവ മാറ്റം മാത്രമാണ് നിലവിൽ നിയമസാധുതയുള്ളത് എന്നതിരിക്കെയാണ് ഇതിനു വേണ്ടി ഇതല്ലാത്ത മറ്റൊരു വഴിയിലൂടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ വിട്ടുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ ഇത് ചെയ്യുന്നത്. ഇത് ആശുപത്രികൾ കൂട്ടുനിൽക്കുന്നെങ്കിൽ അങ്ങേയറ്റം ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ തന്നെയാണത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന രേഖകൾ അത് പരിശോധിച്ച് അതിൻ്റെ ഒരു സുതാര്യത അവർ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് ഇതിലുള്ള ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. ഇതിൽ വ്യാജമായി നിർമ്മിച്ച രേഖകൾ അവയവ ദാതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട രേഖകൾ അതിൽ ജനപ്രതിനിധികളുടെ അടക്കമുള്ള ലെറ്റർ പാഡുകളടക്കം നിർമ്മിച്ചെടുക്കുകയും അതിലേക്ക് ഇത്തരം ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടാണ് തികച്ചും കൃത്രിമമായ മാർഗത്തിലൂടെ വളരെ ആസൂത്രിതമായാണ് ഇവർ നടത്തിയത്. ഏതാണ്ട് 5 വർഷക്കാലത്തോളം ഈ രീതി തന്നെ അനുവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആശുപത്രികൾ കൊച്ചിയിലേതടക്കം പരിശോധിക്കപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 5ഓളം ആശുപത്രികളിലാണ് ഇത്തരം ഒരു പരിശോധനകൾ നടന്നത്. ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് പണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ഇതിന് ഇടനിലക്കാരായി വർത്തിച്ചവർ ഇവർ മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലുള്ള നജീബും ഭാര്യയും ഉള്ളവരുണ്ട്. ഏതാണ്ട് 5ഓളം പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ മാത്രമല്ല, അതിന് ഇടനിലക്കാർ വേറെയും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇവരുടേതടക്കം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇവർക്ക് എന്തിനാണ് ഇത്രയധികം പൈസ ആശുപത്രികൾ തന്നെ നേരിട്ടും അല്ലാതെയും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ്. ഈ തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് സൂചനകളും വരുന്നുണ്ട്. അതിൽ ആശുപത്രികളുടെ ഭാഗത്തു നിന്നടക്കം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അടക്കം ED വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർമാർ മുതൽ അതിൽ മാനേജിങ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഭരണ ചുമതല വഹിക്കുന്ന ആളുകൾ വരെയും ഇതിൽ പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. EDയുടെ തുടർ നടപടികളും വൈകാതെ ഉണ്ടാകും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ അവിശ്വാസ പ്രമേയവുമായി ഒരു വിഭാഗം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇപ്പോഴത്തെ നേതൃത്വം സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ടാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. മോഹൻലാൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും യുവതാരങ്ങൾ ഇത്തവണയും വിട്ടുനിന്നു. അൻസിബയെ മോഹൻലാൽ സ്റ്റേജിലേക്ക് വിളിച്ചിരുത്തി. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, അൻസിബ ഉയർത്തിയ പരാതികൾ അത് കോടതി കയറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനറൽ ബോഡി യോഗം നടക്കുന്നത്. ഏതൊക്കെ തരത്തിൽ ഈ പ്രശ്നത്തെ ആ യോഗത്തിൽ അഡ്രസ്സ് ചെയ്യും എന്നതാണ് കരുതുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, എന്നാലും അമ്മ ജനറൽ ബോഡി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് വലിയ വാക്കുതർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അൻസിബ വിഷയം ഇതുവരേക്കും ചർച്ചയ്ക്കെടുത്തിട്ടില്ല. ആദ്യമായി എടുത്ത ചർച്ച ഈ വരവ് ചെലവ് കണക്കുകൾ എന്തുകൊണ്ട് ഇത്രയും നേരം വൈകി അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതിലെന്തൊക്കെയോ ഈ വരവ് ചെലവ് കണക്ക് ഇവിടെ അവതരിപ്പിച്ചെങ്കിൽ പോലും അതിലൊക്കെ പല സംശയങ്ങളും അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ആശയക്കുഴപ്പങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ഈ സംഘടനയെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള താരങ്ങളുടെ ചില ആളുകളുടെ പരാമർശങ്ങളിലൊക്കെ മുതിർന്ന താരങ്ങളടക്കം ഒരു പ്രതിഷേധം എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഈ വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തില്ല. തുടക്കത്തിൽ അൻസിബ അടക്കമുള്ളവർ ഈ പരാതി സംഘടനയിൽ അവതരിപ്പിച്ചെങ്കിൽ പോലും അതിനെ വേണ്ട ഗൗരവത്തിൽ കാണാത്തതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയെ തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നതും പിന്നീട് ഈ കോടതി കയറിയതും എന്നൊക്കെയാണ് ആ ഉള്ളിൽ നടക്കുന്ന ചർച്ചയിലൊക്കെ പ്രധാനമായും പറയുന്നത്. എന്തായാലും വലിയ തർക്കം തന്നെയാണ് സംഘടനയിൽ നടക്കുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയും എന്നുകൂടിയാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. നിലവിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂപ്പർ താരങ്ങൾ എന്ന് പറയാൻ മോഹൻലാൽ മാത്രമേ എത്തിയിട്ടുള്ളൂ, മറ്റാരും തന്നെ എത്തിയിട്ടില്ല. യുവതാരങ്ങളും
ഈ ഒരു യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. സാധാരണ ടൊവിനോ തോമസ്, ആസിഫ് അലി ഉൾപ്പെടെയുള്ളവർ ജനറൽ ബോഡിയിൽ എത്തേണ്ടതാണ്. അവരാരും എത്തിയിട്ടില്ല. ഈ യുവ നടിമാരും നടന്മാരുമാണ് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. എന്തായാലും അകത്ത് നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വലിയ അവിശ്വാസ പ്രമേയം വന്നിരിക്കുന്നു. നേരത്തെ തന്നെ പലരും പരസ്യമായി ഇപ്പോഴത്തെ ഭരണസമിതി ഒഴിയണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തെറ്റുപറ്റി സ്ത്രീകൾ രംഗത്തേക്ക് വരണമെന്നത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ താരങ്ങൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ നിലവിലെ ഭരണസമിതിയുടെ ഭാവി എത്രമാത്രം എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതെ, അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിലവിലെ ഭരണസമിതിക്കെതിരെ വലിയ അതൃപ്തിയുണ്ട് പലർക്കും. ഈ സമിതി മാറി പുതിയൊരു സമിതി ചുമതല ഏൽക്കട്ടെ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതിനുവേണ്ടിയിട്ട് ഒപ്പുശേഖരണം അടക്കം നടത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെ പെട്ടെന്നൊരു പ്രശ്നം വന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങനെ രീതിയിൽ പരിഹരിക്കാതെ ഭരണസമിതി തന്നെ മാറുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വനിതാ താരങ്ങൾ ചുമതല ഏറ്റിട്ടും അത് നടപ്പായിട്ടില്ല, അല്ലെങ്കിൽ അത് സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് മോശം സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ നല്ലത് എന്നാണ് ഒരു ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും അവിശ്വാസ പ്രമേയത്തിൽ ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പല താരങ്ങളുടെയും പല പ്രതികരണങ്ങളുണ്ടായി. ഈ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിലുമൊക്കെ കാലതാമസമുണ്ടായി. അത് നേരത്തെ അംഗങ്ങൾക്ക് കിട്ടിയില്ല. ഒപ്പം ഈ ഷോ നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ കാലതാമസം ഉണ്ടായി എന്നൊക്കെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പറയുന്നത്. എന്തായാലും എന്താണ് ഇതിലുള്ളൊരു തീരുമാനം എന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് രേണുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് പോലീസ്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ റിമാൻഡിലായ രഞ്ജിത്തിന് പിന്നീട് ജാമ്യം ലഭിച്ചു. കേസിൽ അറസ്റ്റിലാകുമ്പോൾ രഞ്ജിത്തിനൊപ്പമുണ്ടായിരുന്ന നടനെയും സഹസംവിധായികയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തിന് ഒളിസങ്കേതം ഒരുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിലാണ് നടപടി. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോയാണ് തൊപ്പി പോസ്റ്റ് ചെയ്തതെന്നാണ് FIR. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനാണ് തൊപ്പിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന തൊപ്പിക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിനും പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് തൊപ്പിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ ലഹരി വിൽപ്പന, ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു, കുട്ടികളെ മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു തൊപ്പിക്കെതിരെ നൽകിയ പരാതിയിൽ. അത് പോലീസ് നേരത്തെ തന്നെ അത് അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും ആ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ റൂറൽ സൈബർ പോലീസ് തൊപ്പിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തൊപ്പിയുടെ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തൊപ്പിക്കെതിരായിട്ട് ഉയരുന്ന മറ്റ് ഗുരുതര ആരോപണങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. അഭിഭാഷകൻ കൂടാതെ മറ്റ് തൊപ്പിയുടെ സുഹൃത്തുക്കളും തൊപ്പിക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇവരൊരു സംഘം കൂട്ടുകാരായി ചേർന്നായിരുന്നു ലൈവ് സ്ട്രീമിംഗിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചിരുന്നത്. പക്ഷെ അത് കുട്ടികളിലേക്ക് വളരെ മോശമായ രീതിയിലുള്ള സ്വാധീനമാണ് തൊപ്പി ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ തന്നെ വിമർശനങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയ്ക്ക് അവസാനമാണ് ഇപ്പോൾ തൊപ്പിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പുതിയ KPCC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി VD സതീശനും AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ നിലപാട് എടുത്തതായാണ് സൂചന. അതേസമയം ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ജോസഫ് വാഴക്കൻ തുടങ്ങിയവരും അവസാനവട്ട ചർച്ചകളിൽ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇടം പിടിച്ചിരുന്നു. മുതിർന്ന നേതാക്കളുടെ പിന്തുണയാണ് മാവേലിക്കര MP കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യത വർദ്ധിപ്പിക്കുന്നത്.
UDF സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിട്ടതിന് ശേഷവും KPCCയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയും അടിയന്തരമായി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയും വേണം, തെരഞ്ഞെടുക്കുകയും വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം അറിഞ്ഞ് അടിയന്തരമായി അത് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ദീപാദാസ് മുൻഷിയാണ് AK ആന്റണിയും മുഖ്യമന്ത്രി VD സതീശൻ അതോടൊപ്പം മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഈ വിഷയത്തിലൊരു ചർച്ച നടത്തിയത്. പല പേരുകൾ ഉയർന്നു വന്നു. പക്ഷേ മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ AK ആന്റണിയും ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് അനുകൂലമായ നിലപാടെടുത്തുവെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം ചർച്ചകളിൽ നേരത്തെ മുതൽ ജോസഫ് വാഴക്കന്റെയും അതോടൊപ്പം ബെന്നി ബെഹനാന്റെയും ആന്റോ ആന്റണിയുടെയും പേരുകൾ സജീവമായിരുന്നു. KC പക്ഷത്ത് നിന്ന് യുവ നേതാവ് വരട്ടെ, അങ്ങനെയെങ്കിൽ മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് തരത്തിൽ നേതാക്കൾ വലിയ തരത്തിൽ ഈ സമ്മർദ്ദവർക്ക് വേണ്ടി പല കോണുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അധ്യക്ഷനെ ഉടൻ തന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുന്നത് MPമാരും MLAമാരും അല്ലാതിരിക്കുന്ന, അതായത് ഒരു പാർട്ടി പദവികളിലും ഇല്ലാതിരിക്കുന്ന ഒരാൾ വേണം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ഉയർത്തുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു പിന്തുണ UDFനും കോൺഗ്രസിനും ഉറപ്പാക്കാൻ കൊടിക്കുന്നിലിനെ ആ പദവിയിലേക്ക് നിയോഗിച്ചാൽ കഴിയുമെന്നൊരു വിലയിരുത്തലിൽ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വൈകാതെ തന്നെ കോൺഗ്രസിന്റെ പുതിയ KPCC അധ്യക്ഷൻ സംസ്ഥാനത്ത് ആരാകുമെന്ന കാര്യത്തിൽ വ്യക്തത കൈവരും. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഏത് സമയത്തും തയ്യാറെന്ന മന്ത്രി സണ്ണി ജോസഫ്. തനിക്കെതിരെ ഫ്ലെക്സ് വെക്കുന്നത് ആരെന്നറിയില്ല, രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പറയാനുള്ളത് പാർട്ടി യോഗങ്ങളിൽ പറയാമെന്നും ഫ്ലെക്സിലെ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഞാൻ ഈ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് ആരാന്ന് പറയാൻ പറ്റില്ല. നല്ല ഉദ്ദേശത്തിൽ വെച്ചതാകാം, മോശം ഉദ്ദേശത്തിൽ വെച്ചതാകാം. ഞാൻ രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിൽ അറിയിച്ചു. എന്നോട് എപ്പോൾ പകരമാളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ജോലിഭാരം കൂടുതലാണ്. എല്ലാ സഹകരണവും, എല്ലാവരുടെയും സഹകരണവും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ നടപടിയുണ്ടായേക്കും. ഗുരുതര സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിടാനാണ് നീക്കം. ക്ഷേത്രത്തിന് സംഭാവനയായി ലഭിച്ച തുകയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ അന്വേഷണത്തിന് UP സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ സംഭാവന തട്ടിപ്പ് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. വൻ ക്രമക്കേട് നടന്നിട്ടും ഇതുവരെ FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. अयोध्या के राम मंदिर से करोड़ों करोड़ों रुपए के चंदे की चोरी हो गया और कई हीरे जवाहरात के बक्से चोरी हो गए और एक भी FIR नहीं हुई है. ना UP पुलिस ने कोई FIR की, ना ED ने कोई FIR की, ना CBI ने कोई FIR की. केंद्र में और UP में दोनों जगह इनकी सरकारें हैं. कोई रेड नहीं, कोई गिरफ्तारी नहीं. कह रहे हैं बहुत बड़े बड़े नाम शामिल हैं. कार्रवाई हुई तो सरकार भी गिर सकती है. നീറ്റ് പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. പരീക്ഷ 2 മണിക്ക് ആരംഭിക്കും. ഇപ്പോൾ MS അനീഷ് കുമാർ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, പ്രവേശനത്തിനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിനുള്ളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ? അവസാനം എത്തിയ കുട്ടിയെയും കയറ്റി വിടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.
സമയം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, കേൾക്കാമോ? വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. നീറ്റ് പുനഃപരീക്ഷ നടക്കുകയാണ്. അതിനുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കടക്കാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലാണ്. 2 മണിയോടുകൂടി പരീക്ഷ ആരംഭിക്കും. വൈകിട്ട് 5 മണിവരെയാണ് പരീക്ഷ. നമുക്കറിയാം, ജന്തർ മന്ദറിൽ ഇപ്പോഴും CJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. അതേസമയം കുട്ടികൾ വീണ്ടും പരീക്ഷാ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഈ ടെൻഷനിലൂടെയൊക്കെ ഒരു തവണ കടന്നുപോയതാണ്. 23 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയത്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയം മൂലം അവർക്ക് വീണ്ടും പരീക്ഷാ ഹാളുകളിലേക്ക് എത്തേണ്ടി വന്നിരിക്കുകയാണ്. അതിനുള്ള ആശങ്ക പല കുട്ടികളും നേരത്തെ തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു. ആദ്യത്തെ പരീക്ഷയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. അതേസമയം ഒരു ചാൻസ് കൂടെ കിട്ടിയത് കൊണ്ട് തന്നെ അത് മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലെത്തുന്ന കുട്ടികളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കടക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. വൈകി എത്തിയ കുട്ടികളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അനീഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, സമയം കഴിഞ്ഞു, വൈകിയെത്തിയ കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ആ പരീക്ഷാ കേന്ദ്രത്തിൽ കാണാൻ കഴിയുന്നത്? ഓക്കെ. ഹലോ രേണുക, പ്രവേശന പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള സമയപരിധി കഴിഞ്ഞ് ഗേറ്റ് അടച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ 2 മിനിറ്റ് വൈകി ഒരു കുട്ടി എത്തി. പക്ഷേ മാനുഷിക പരിഗണനയിൽ ആ കുട്ടിയെ ആ ഗേറ്റിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ എന്തോ രേഖകളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ട്. യഥാർത്ഥ രേഖകൾ, ഈ ആധാർ കാർഡും ഒപ്പം ഹോൾ ടിക്കറ്റും 2 ഫോട്ടോകളുമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനിവാര്യമായത്. പക്ഷേ അത്തരത്തിൽ ആധാർ എന്തോ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആശയക്കുഴപ്പം കൂടി ഉണ്ട്. എന്തായാലും അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് ഇലക്ട്രോണിക് മോഡിലുള്ള ആധാർ കൈമാറുകയാണ്, അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ നടക്കുന്നുവെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും ഈ കൃത്യസമയത്ത് അടച്ച ശേഷം പിന്നീട് 1 മിനിറ്റ് പോലും നൽകാത്ത ഒരു സാഹചര്യവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു 2 മിനിറ്റാണ് കുട്ടി വൈകിയത്. പക്ഷേ പരീക്ഷയ്ക്ക് ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോഴും അകത്ത് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയേണ്ടുന്നുണ്ട്. എന്താണ് ഒരു തീരുമാനം, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിനുള്ളിലേക്ക് ആ കുട്ടിയെ കടത്തിവിടുമോ അല്ലെങ്കിൽ മറ്റ് എന്താണ് അതിൻ്റെ ഫോർമാലിറ്റികൾ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തമാവുന്നില്ല. പുറത്തുനിന്ന് എന്തായാലും ഗേറ്റിനകത്തേക്ക് കുട്ടിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ആളുകൾ കാര്യമായി കൂടുതൽ കുട്ടികൾ ഈ പരീക്ഷയുടെ സമയപരിധി കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ പലപ്പോഴും ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇത്തരം കാഴ്ചകൾ പതിവാണ്. ഈ സമയപരിധി അവസാനിച്ച ശേഷം എത്തിയാൽ പിന്നീട് ഉദ്യോഗസ്ഥർ കയറി അനുവദിക്കാതിരിക്കുകയും വലിയ വൈകാരികമായ രംഗങ്ങൾക്കൊക്കെ പലപ്പോഴും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് 11 മണി മുതൽ തന്നെ ഈ കുട്ടികൾക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. അത് 1:30 വരെയാണ് ആ സമയപരിധി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2-2.5 മണിക്കൂർ 2-3 മണിക്കൂർ അടുത്തേക്ക് ഈ പ്രവേശിക്കാൻ ഉള്ള സമയപരിധി ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും പലവിധ സാഹചര്യങ്ങളാൽ വൈകുന്ന കാണാറുണ്ട്. വാഹന തടസ്സമുണ്ടാവാം, ചിലപ്പോൾ കൃത്യസമയത്ത് ട്രെയിൻ എത്തിച്ചേരാൻ കഴിയാത്ത, അങ്ങനെ പലവിധ കാരണങ്ങളാൽ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കുട്ടി അല്പം ഒരു വൈകി എത്തി. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അകത്തിപ്പോഴും പുരോഗമിക്കുകയാണ്. ആ ഗേറ്റിനകത്ത് ആ കുട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് പുറത്തുനിന്ന് തന്നെ അറിയാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ രേഖകളുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ യഥാർത്ഥ ആധാർ കാർഡ് വേണമായിരുന്നു, തിരിച്ചറിയൽ രേഖ, ഒപ്പം 2 ഫോട്ടോ, ഹോൾ ടിക്കറ്റ് എന്നിവയാണ് ഈ പ്രവേശന പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറാനായി നിർബന്ധമായും വേണ്ട രേഖകൾ. എന്തായാലും ആ കുട്ടിയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു, പരീക്ഷാ ഹാളിലേക്ക് പോകാൻ അനുവദിക്കുന്നു എന്നാണ് നമുക്ക് ആ കുട്ടി
പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എന്തായാലും പ്രതിബന്ധങ്ങളൊക്കെ മറികടന്ന് ആ കുട്ടി ഇപ്പോൾ പോകുന്ന ഒരു കാഴ്ച ഉദ്യോഗസ്ഥർക്ക് വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും ഒരു മിനിറ്റ് വൈകിയാൽ പോലും ചില ഇടങ്ങളിലൊക്കെ വലിയ വാശി പിടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരമൊരു വാശി ഉണ്ടായില്ല. ആ കുട്ടി അവസാന നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അതിന്റെ രേഖകളുടെ ഒരു വെരിഫിക്കേഷൻ ഇലക്ട്രോണിക്കായി ആ കുട്ടി തന്നെയാണോ എത്തിയതെന്ന് ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പരീക്ഷ വീണ്ടും പുനഃപരീക്ഷ നടത്തേണ്ടി വന്ന സാഹചര്യത്തിലാകാം ആ കുട്ടിയോട് അനുഭാവപൂർണ്ണമായിട്ടൊരു സമീപനം അവിടെയുള്ളവർ സ്വീകരിച്ചത്. 23 ലക്ഷം വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. 5440 കേന്ദ്രങ്ങളാണ് രാജ്യത്തുള്ളത്. 2 ലക്ഷത്തിലധികം പോലീസും അർദ്ധസൈനിക വിഭാഗവും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ട്. ഇത്തവണയെങ്കിലും പാളിച്ചകളില്ലാതെ പരീക്ഷ പൂർത്തിയാക്കണമെന്നതാണ് ഓരോ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത്. 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു രാജ്യം. പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡാണ് ഇത്തവണ ദേശീയതല ആഘോഷങ്ങൾക്ക് വേദിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതു യോഗ പ്രോട്ടോകോൾ അധിഷ്ഠിത പരിശീലനത്തിന് നേതൃത്വം നൽകി. उत्पन्न करता है। सर्वप्रथम दोनों हाथों को कमर पर रखिए, दुटो हाथ के कोमोड़े ऊपरे रखो। पहला अभ्यास गर्दन को आगे और पीछे झुकाने का अभ्यास। प्रथम अभ्यास घाड़ सामने एवं पीछे झुकानोर। श्वास छोड़ते हुए सिर और गर्दन को सामान्य स्थिति में लेके आइए। सांस नीते नीते स्वाभाविक अवस्थाয় ফিরে আসুন। इस तरह एक और धीरे धीरे श्वास छोड़ते हुए सिर को सामान्य स्थिति में लेके आइए। डान दिके घोरान और श्वास भरते हुए सामान्य स्थिति में आइए। सामान्य अवस्थाয় ফিরে আসুন। पुनः इसका अभ्यास लेफ्ट साइड से करेंगे। এই অভ্যাসটি श्वास भरते हुए सिर और गर्दन को सामान्य स्थिति में लेके आइए। ലോകത്തിന്റെ മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി ഒതുക്കരുതെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി വർഷം മുഴുവൻ അത് പരിശീലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. योग केवल शारीरिक श्रम का साधन नहीं है। योग किसी एक आयु वर्ग के लिए सीमित भी नहीं है। भारत में हम जानते हैं और देखते आए हैं, योग मानव के जीवन का चेतना के साथ, ऊर्जा के साथ एक प्रकाश भी है। യോഗാ ദിനത്തിന് സാംസ്കാരിക മാനം നൽകി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് രാജ്യത്തെ 100 ചരിത്രപ്രസിദ്ധ കേന്ദ്രങ്ങളിലാണ് പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ വിവിധയിടങ്ങളിലെ യോഗാ ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്തു. While exhaling, we'll be producing humming bee sound. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വി എസ് അച്യുതാനന്ദൻ ദീർഘായുസ്സോടെ ഇരുന്നതിന്റെ രഹസ്യം യോഗയായിരുന്നുവെന്ന് മന്ത്രി മുരളീധരൻ വ്യക്തമാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും യോഗാ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികൾ തലസ്ഥാനത്ത് നടന്നു. യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ നടന്നത്. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ആയുസ്സോടെ ആളുകൾ ഇരിക്കുന്നതിന് ആരോഗ്യം അനിവാര്യമാണ്. പലരും കൊടിഞ്ഞു വീണ് മരിക്കുന്നത് ഇപ്പോൾ സാധാരണമാണ്. അതിലേക്ക് നയിക്കുന്നത് ശരിയായ വ്യായാമം ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ പോലും താൻ ജോഗിംഗ് മുടക്കിയിരുന്നില്ല എന്നും ആരോഗ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. എൻ്റെ കാലത്തെ വ്യായാമം എന്ന് പറയുന്നത് ജോഗിംഗ് ആണ്. അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ എല്ലാ ദിവസവും ജോഗിംഗ് ഇലക്ഷൻ കാലത്ത് പോലും മുടക്കാറില്ല. യാത്രാ സമയത്ത് അത് നോക്കി യാത്ര ക്രമീകരിക്കും. അപ്പം കാലത്ത് 5 മണിക്കെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ അവിടെ എത്തുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ ട്രെയിൻ യാത്ര വരെ ക്രമീകരിക്കാറുള്ളത്. വി എസ് അച്യുതാനന്ദൻ ദീർഘായുസ്സോടെ ഇരുന്നതിന്റെ രഹസ്യവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യവും
യോഗയായിരുന്നെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേലധികാരികൾ ഉൾപ്പെടെ ഈ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പ് സംഘടിപ്പിച്ച ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ യോഗാ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. തലസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ചെയ്തുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രമുഖരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായതും ഒരു പ്രത്യേകതയായി. അമേരിക്ക ഇറാൻ ചർച്ച അല്പസമയത്തിനകം സ്വിറ്റ്സർലൻഡിൽ നടക്കും. ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ സ്യൂറിച്ചിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ലബനൻ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാനാണ് ധാരണ. പാകിസ്ഥാനും ഖത്തറുമാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ഇതിനിടെ ലബനനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഇന്നലെ മേഖലയിലെ സംഘർഷ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലോകമെങ്ങും ലോകകപ്പ് ആവേശം. ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ സൗദി അറേബ്യയെ നേരിടും. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർഡയുമായി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ സ്പെയിനിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. രാത്രി 9:30 മത്സരം. രാത്രി 12:30 ബെൽജിയവും ഇറാനും ഏറ്റുമുട്ടും. ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമിനും സമനിലയായിരുന്നു ഫലം. നോക്കൌട്ട് ഉറപ്പിക്കാൻ 3 പോയിന്റുകൾ നിർണായകമാണ്. എച്ച് ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിൽ ഉറുഗ്വായ് കേപ്പ് വെർഡയെ നേരിടും. പുലർച്ചെ 3:30 മത്സരം. അരങ്ങേറ്റ മത്സരത്തിൽ മികവ് കാട്ടിയ കേപ്പ് വെർഡയുടെ പ്രകടനത്തെ ആകാംക്ഷയോടെയാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ ഈജിപ്തും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. വാൻകൂവറിലാണ് മത്സരം. ലോകകപ്പിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് ഗംഭീര ജയം. മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് ജപ്പാൻ ടുണീഷ്യയെ തകർത്തത്. ആയാസെ ഉവേദ ഇരട്ട ഗോൾ നേടി. 4-ാം മിനിറ്റിൽ ഡായിച്ചി കമാഡയാണ് ജപ്പാന്റെ അക്കൌണ്ട് തുറന്നത്. 31-ാം മിനിറ്റിൽ അയാസെ ഉവേദിയും 69-ാം മിനിറ്റിൽ ജൂനിയ ഇറ്റായിയും സ്കോർ ചെയ്തു. കളി തീരാൻ 7 മിനിറ്റ് മാത്രമുള്ളപ്പോഴായിരുന്നു അയാസയുടെ 2ാം ഗോൾ. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സിന് പിന്നിലായി 2ാം സ്ഥാനത്താണ് ജപ്പാൻ. ഗ്രൂപ്പ് ഇ പോരാട്ടത്തിൽ കരുത്തരായ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് ക്യൂറസോവ. ലോകകപ്പ് ചരിത്രത്തിൽ ക്യൂറസോവയുടെ ആദ്യ പോയിന്റാണിത്. മത്സരത്തിലുടനീളം ഇക്വഡോർ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ക്യൂറസോവ ഗോൾ കീപ്പർ എലോയ് റൂമിന്റെ അമാനുഷിക പ്രകടനമാണ് ടീമിന് രക്ഷയായത്. മത്സരത്തിൽ ആകെ 15 സേവുകളാണ് റൂം നടത്തിയത്. ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സേവുകളെന്ന റെക്കോർഡ് റൂം സ്വന്തം പേരിലാക്കി. എക്വഡോർ ക്യാപ്റ്റൻ എന്നർ വലൻസിയയുടെയും ഗോൺസാലോ പ്ലാറ്റയുടെയും ഗോളെന്നുറപ്പിച്ച നിരവധി മുന്നേറ്റങ്ങളാണ് റൂം തട്ടിയകറ്റിയത്. രണ്ടാം പകുതിയിൽ പകരക്കാരനായി എത്തിയ ജോറി കെയ്സഡോയുടെ ഹെഡർ പോസ്റ്റിൽ തട്ടി തെറിച്ചതും ഇക്വഡോറിന് തിരിച്ചടിയായി. 12 വർഷത്തിന് ശേഷം ജർമ്മനി ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് മറികടന്നാണ് ജർമ്മനിയുടെ കുതിപ്പ്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ നേടി ജർമ്മനിയുടെ തിരിച്ചുവരവ്. പകരക്കാരനായി ഇറങ്ങി ഇരട്ട ഗോൾ നേടിയ സൂപ്പർ സബ് ഡെനിസ് ഉണ്ടവ് ആണ് ജർമ്മനിയുടെ വിജയശില്പി. ആക്രമണത്തിൽ ജർമ്മനി മുന്നിട്ട് നിന്നപ്പോൾ കൗണ്ടർ അറ്റാക്കുകളിലൂടെയാണ് ഐവറി കോസ്റ്റ് ജർമ്മൻ നിരയെ നേരിട്ടത്. 30-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റ് ക്യാപ്റ്റൻ ഫ്രാങ്ക് ക്രെസിയാണ് ജർമ്മനിയെ ഞെട്ടിച്ച് സ്കോർ കാർഡ് തുറന്നത്. അമാദ് ദിയോലോയുടെ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ നോയർ തടഞ്ഞെങ്കിലും റീബൗണ്ടായി എത്തിയ പന്ത് കെസി വലയിലാക്കി. 2014 ലോകകപ്പ് ജയിച്ച ശേഷം ആദ്യമായാണ് ജർമ്മനി നോക്കൌട്ടിൽ എത്തുന്നത്. ഗ്രൂപ്പ് എഫിലെ നിർണായക പോരാട്ടത്തിൽ സ്വീഡനെതിരെ നെതർലാൻഡ്സിന് കൂറ്റൻ ജയം. 1-5 ഗോളുകൾക്കാണ് ഡച്ച് പട സ്വീഡനെ തകർത്തത്. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ബ്രയാൻ ബ്രോബിയുടെയും കോഡി ഗാക്പോയുടെയും ഇരട്ട ഗോളുകളാണ് നെതർലാൻഡ്സിന് തകർപ്പൻ ജയം സമ്മാനിച്ചത്. കളി തീരാൻ മിനിറ്റുകൾ ബാക്കിയിരിക്കെ സമ്മർവില്ലിയുടെ വകയായിരുന്നു നെതർലാൻഡ്സിന്റെ 5ാം ഗോൾ. ആന്റണി എലാങ്കയാണ് സ്വീഡന്റെ ആശ്വാസ ഗോൾ നേടിയത്. ജയത്തോടെ നെതർലാൻഡ്സ് നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കി. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന് ഇത്തിരി ലഹരിയും മധുരവും ഒക്കെ നൽകുന്ന ഒന്നാണ് ഫുട്ബോളിലെ ബിയർ സംസ്കാരം. ലോകകപ്പ് ഗാലറികളിൽ ഒരു കൈയിൽ ടീമിന്റെ പതാകയും മറുകൈയിൽ ഒരു ഗ്ലാസ് തണുത്ത ബിയറുമായി നിൽക്കുന്ന ആരാധകരുടെ ദൃശ്യം ഫുട്ബോൾ പ്രേമികൾക്ക് പുതുമയല്ല. ഫുട്ബോളും ബിയറും തമ്മിലുള്ള ഈ കെട്ടുബന്ധത്തിന് ദശകങ്ങളുടെ ചരിത്രമുണ്ട്. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ
പബ്ബുകളും സ്റ്റേഡിയം പരിസരങ്ങളും ആരാധകരെ കൊണ്ട് നിറയും. അവിടെ ഒഴുകുന്ന ബിയർ കേവലം ഒരു പാനീയമല്ല, മറിച്ച് അപരിചിതരായ മനുഷ്യരെ പോലും ഒന്നിപ്പിക്കുന്ന വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാധ്യമമാണ്. വിജയം ആഘോഷിക്കാനും പരാജയത്തിന്റെ സങ്കടം പങ്കുവയ്ക്കാനും ഫുട്ബോൾ ആരാധകർക്ക് ബിയർ വേണം. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ സ്റ്റേഡിയങ്ങളിൽ ബിയർ നിരോധിച്ചപ്പോൾ ആരാധകർ പ്രകടമാക്കിയ നിരാശ നമ്മൾ കണ്ടതാണ്. ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇക്വഡോർ ഈ ലോകകപ്പ് സമയത്ത്. ദേശീയ ടീമിന് പരമാവധി പിന്തുണ ഉറപ്പാക്കാൻ ലോകകപ്പ് തീരുന്നതുവരെ രാജ്യത്ത് ബിയറിന്റെ വില 20%-ലധികമാണ് സർക്കാർ കുറച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡാനിയൽ നോബോവയാണ് ഈ താൽക്കാലിക നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ റെസ്റ്റോറന്റുകൾക്കും ബാറുകൾക്കും ബിസിനസ് വർദ്ധിപ്പിക്കാനും ആരാധകർക്ക് കൂടുതൽ ആവേശത്തോടെ കളി ആസ്വദിക്കാനും ഈ തീരുമാനം സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ശരിയാണ്, വില കുറഞ്ഞ ബിയർ കൊണ്ട് രാജ്യത്തെ മറ്റ് പ്രതിസന്ധികൾ മാറില്ലായിരിക്കാം. എങ്കിലും ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന ഒരു ജനതയ്ക്ക് ഈ ലോകകപ്പ് കാലത്ത് തങ്ങളുടെ ടീമിനെ ആർത്തു വിളിച്ച് പിന്തുണയ്ക്കാൻ ഇതിലും വലിയൊരു സമ്മാനം വേറെന്തുണ്ട്? എന്തായാലും ഇക്വഡോറിലെ ആരാധകർ ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നലെ അന്തരിച്ച പത്മശ്രീ പി നാരായണക്കുറുപ്പിന് അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, പി.സി. വിഷ്ണുനാഥ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വസതിയിലെ പൊതുദർശനത്തിന് ശേഷം 3:30 ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ശബരിയോട് ചെന്നാകുലം കൂടാതെ ഞാൻ പറയുന്നത്